ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ക്യാരറ്റ് പോളേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്യാതെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് പോളയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അത് ഞാനിവിടെ ഒരു ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട ഉടച്ചു വയ്ക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സിയിലും ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ മിക്സിയിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടിയും ഫ്ലഫി ആയിട്ട് കിട്ടാൻ ഇതേപോലെ ബീറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ്. ഇനി മുട്ട ഒന്ന് നന്നായിട്ട് പതഞ്ഞ് വരുന്നവരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പതഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 10 ടീസ്പൂണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഏകദേശം ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടാവും. ഇനി അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾ പർപ്പസ് ഫ്ലോറും ആഡ് ചെയ്തിട്ടുണ്ട്. 1/8 കപ്പിൻ്റെ ആ ഒരു അളവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനത്തെ 3 കപ്പാണ് ഇവിടെ മൈദ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് പോളിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാരറ്റ് പോള ബേക്ക് ചെയ്യാനായിട്ട് ഒരു തവ വെച്ചിട്ട് അതിന് മേലെയാണ് ഞാൻ ഇതുപോലത്തെ ഒരു പാന് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗീ ആഡ് ചെയ്തതിന് ശേഷം എല്ലാവരും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മളെ ക്യാരറ്റ് പോളിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ ക്യാരറ്റ് പോള നന്നായിട്ട് ബേക്കായിട്ട് കിട്ടും. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളെ ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 20 to 25 മിനിറ്റ്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റും ആയിരുന്നു, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടായിരുന്നു ക്യാരറ്റ് പോള ഉണ്ടായത്. ചൂടോടെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ്. അപ്പം ഞാനിത് തണുപ്പിച്ച് വെച്ചതിന് ശേഷമാണ് നോമ്പ് തുറക്കുന്ന സമയത്തേക്കായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വാനില എസൻസോ ബേക്കിംഗ് പൗഡറോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പോലെയാണിത്.
അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.